അസ്സലാമു അലൈക്കും. സുന്നികൾക്ക് ഒരു ഉദാര വികേന്ദ്രീകൃത തങ്ങൾ നയം എന്നുള്ളതാണ് വിഷയം. ഒരു പാട്ടുപാടി ഞാനത് തുടങ്ങുകയാണ്. പാണക്കാടിന് പിന്നിൽ നിൽക്ക്, പച്ച പതാകയുയർത്തി പിടിക്ക്, അടിപതറാതെന്നും ലീഗിൽ അണിയായി നിൽക്ക്. അങ്ങനെ എറണാകുളത്ത് നടന്ന സുന്നി ഐക്യ സമ്മേളനത്തെക്കുറിച്ച് ബഹുമാന്യനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദ് പറഞ്ഞത്, പാണക്കാട്ട് തങ്ങള് പങ്കെടുക്കാത്ത ഐക്യ സമ്മേളനത്തിന് ഞാനില്ല എന്നാണ്. എൻ്റെ പൊന്നു തൊടിയൂർ ഉസ്താദെ, ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? ഐക്യത്തിനുള്ള ദാഹം, ഒന്നാകാനുള്ള ദാഹം, സ്നേഹിക്കാനുള്ള ദാഹം എന്നൊക്കെ പറയുന്നത് അതെല്ലാം മനുഷ്യനിൽ വൈകാരിക തലത്തിൽ ഉണ്ടാകുന്നതാണല്ലോ. ആരെങ്കിലുമായിട്ടൊന്ന് ഒന്നാകണം, അവരെ സ്നേഹിക്കണം, ഒന്ന് പുൽകാൻ, ഒന്നാകുവാൻ എന്തൊരാവേശം, ഒന്ന് പുൽകാൻ, ഒന്നാകുവാൻ. അങ്ങനെ ഒന്നാകാനുള്ള ഒരു ആവേശം വരുമ്പോ അത് പാണക്കാട് തങ്ങളുടെ സമയവും അതുപോലെ മുഹൂർത്തവും എല്ലാം നോക്കിയിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? ഐക്യപ്പെടാൻ പറ്റുമോ? ഒന്നാകാൻ പറ്റുമോ? അത് അപ്പോൾ തന്നെ നടക്കേണ്ട ഒരു കാര്യമല്ലേ? അത് ഉസ്താദ് മനസ്സിലാക്കാതെ അത്തരം ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചത് എത്രത്തോളം ശരിയാണ്? ഉസ്താദ് എന്തു പറഞ്ഞാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പാണക്കാട് തങ്ങൾ കാർമ്മികത്വം വഹിച്ചില്ലെങ്കിലും ഐക്യപ്പെടാനുള്ള ഈ സമുദായത്തിലെ സംഘടനകളുടെ ദാഹത്തിന് ഏറ്റവും പറ്റിയ, അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് ഏറ്റവും പറ്റിയ ഒരു പോംവഴി ഒരു വികേന്ദ്രീകൃത തങ്ങൾ നയം കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഈ രംഗത്ത് നമ്മുടെ സുന്നി സംഘടനകൾക്ക് അവലംബിക്കാവുന്ന ഒരു മാതൃക നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ബോച്ചയുടെ മാതൃകയാണ്. അതായത് അദ്ദേഹം ഉദ്ഘാടനങ്ങൾക്കും മറ്റുമൊക്കെ സ്ഥിരം കൊണ്ടുവന്നിരുന്ന ഒരു നടി, അവരുമായിട്ട് എന്തോ ഒരു പിണക്കം ഉണ്ടായപ്പോൾ മൊണാലിസ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്തുകയും ഉദ്ഘാടനങ്ങൾക്കും മറ്റും ആ കുട്ടിയെ പങ്കെടുപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഒരു അനുഗ്രഹമായി, ബോച്ചയെ സംബന്ധിച്ചിടത്തോളവും ഒരു ബദലായി അത് മാറുകയും ചെയ്തു. ഇതേപോലെ നമ്മുടെ നാട്ടിൽ വമ്പുറ്റായി തറവാട്ടിനെ പറ്റി എമ്പാടും കേമങ്ങളുണ്ടടാ എന്നു പറഞ്ഞ പോലെയുള്ള തങ്ങൾ തറവാടുകളൊന്നും അല്ലെങ്കിലും പ്രാദേശികമായിട്ടൊക്കെ ഒരുപാട് തങ്ങൾ ഫാമിലികളുണ്ട്. അത്തരം തങ്ങന്മാരെ അമരത്തിരുത്തിക്കൊണ്ട് ഒരു പരീക്ഷണം നമ്മുടെ സുന്നി സംഘടനകൾക്കാകാവുന്നതാണ്. അപ്പോൾ എല്ലാ ഐക്യവും എല്ലാ ഒന്നാകലുകളും അവയ്ക്ക് കാർമ്മികത്വം വഹിക്കാൻ പാണക്കാട് തങ്ങന്മാർ തന്നെ വേണം എന്നുള്ള നിർബന്ധിതാവസ്ഥ മാറുകയും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട തങ്ങന്മാര് മുഖ്യധാരയിലേക്കും നേതൃത്വത്തിലേക്കും വരുന്ന നയന മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്ക് കാണുകയും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പുതിയ തങ്ങന്മാരെ കണ്ടെത്തുമ്പോൾ ആ തങ്ങന്മാർക്ക് തുടക്കത്തിലൊക്കെ ഒരു നേതൃത്വ പരിശീലന ക്യാമ്പൊക്കെ നടത്തണം. എന്നിട്ട് അവരോട് നമ്മൾ പറയണം എങ്ങനെയാണ് അധ്യക്ഷം വഹിക്കേണ്ടത്, ഉദ്ഘാടനം ചെയ്യേണ്ടത്, കട്ടില വെക്കേണ്ടത്, പരിപാവനമായ കർമ്മങ്ങൾ സാമൂഹ്യ ചടങ്ങുകളിൽ എങ്ങനെ നിർവഹിക്കണം. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, മോനെ നീ പുഞ്ചിരി കൊണ്ടൊരു ചീരണി വെച്ച് വിളമ്പേണം. അപ്പൊ എങ്ങനെ പുഞ്ചിരിക്കണം, എങ്ങനെ ഈ ആളുകളെ ആശീർവദിക്കണം എന്നൊക്കെയുള്ള തർബിയത്തും തസ്കിയത്തും കൊടുത്തു കഴിഞ്ഞാൽ ഈ പാണക്കാട് തങ്ങളുടെ കാർമ്മികത്വം ഇല്ലാതെ സുന്നികൾ ഐക്യപ്പെടുകയും സാഹോദര്യം പുലർത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥ നമുക്ക് കൺകുളിർക്കെ കാണാൻ പറ്റും. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ ഒപ്പം പേർക്കും കൊതിയായി,
ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി എന്നൊക്കെ പറഞ്ഞതുപോലെ ഒത്തൊരുമിച്ചൊരു മൗലൂദ് നടത്തണം, ഒത്തൊരുമിച്ചൊരു റാത്തീബ് നടത്തണം, ഒരു നബിദിനാഘോഷം നടത്തണം, ഒരു വഖഫ് സമ്മേളനം നടത്തണം എന്നുള്ള ഒരു ദാഹം, ഒരു അഭിനിവേശം, ഒരു ആവേശം സുന്നികളിൽ ഉണ്ടായാൽ അത് പാണക്കാടിന്റെ പേര് പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നത് ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ചുരുക്കത്തിൽ വളരെ ശൈഥില്യങ്ങളും ഭിന്നിപ്പുകളും വർദ്ധിച്ചു വരുന്ന കാലമാണ്. വമാശക്കുവായ ഔശക്കുവാക ഇല്ല ലഫൗളാഫിൽ മജാമിഇ വൻഖിസാമി ലികുല്ലി ജമാഅത്തിൻ ഫീനാ ഇമാമു വലാകിന്നൽ ജമീഅ ബിലാ ഇമാമി. വമാശക്കുവായ ഔശക്കുവാക ഇല്ല, എന്റെയും നിന്റെയും എല്ലാം ആവലാതി ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്താണത്? ലഫൗളാഫിൽ മജാമിഇ വൻഖിസാമി. സമൂഹത്തിലുള്ള അരാജകത്വവും ഭിന്നിപ്പുകളും ശൈഥില്യങ്ങളും അത് മാത്രമാണ് എന്റെയും നിന്റെയും എല്ലാം ആവലാതി, പരാതി, പരിഭവം എന്ന് പറയുന്നത്. ലികുല്ലി ജമാഅത്തിൻ ഫീനാ ഇമാമു. നമ്മളിലെ ഓരോ സംഘടനയ്ക്കും ഓരോ നേതാക്കന്മാരുണ്ട്. വലാകിന്നൽ ജമീഅ ബിലാ ഇമാമി. പക്ഷെ എല്ലാവർക്കും മൊത്തത്തിൽ ഒരു നേതാവില്ല. ഇതാണല്ലോ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ നമുക്കൊരു നേതാവില്ലാത്തതിന്റെ അഭാവം നമ്മൾ പരിഹരിക്കുന്നത് ഈ തങ്ങന്മാരിലൂടെയാണ്. അപ്പൊ ഈ തങ്ങൾ നേതൃത്വത്തിന്റെ, സയ്യിദ് നേതൃത്വത്തിന്റെ, അഹ്ലുബൈത്ത് നേതൃത്വത്തിന്റെ കാര്യത്തിൽ ഞാൻ ഈ വിശദീകരിച്ചതുപോലെയുള്ള ഉദാരവും വികേന്ദ്രീകൃതവുമായ ഒരു നിലപാട് നമ്മൾ കൈക്കൊണ്ടാൽ ഇപ്പോൾ ഉളവായിട്ടുള്ള ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ കഴിയും. സർവോപരി അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം, ആലു നബിയ്യുഹുമു അത്ബാഉ മില്ലത്തിഹി ഇല്ലം യകുൻ ആലുഹു ഇല്ലാ ഖറാബത്തഹു സ്വല്ലൽ മുസല്ലി അലാ ത്വാഗി അബീ ലഹബി. ആലുൻ നബി, പ്രവാചകന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്ബാഉ മില്ലത്തിഹി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനെ, സുന്നത്തിനെ, മാർഗത്തെ, മൻഹജിനെ പിൻപറ്റി ജീവിക്കുന്നവരാണ്. അത്ബാഉ മില്ലത്തിഹിയാണ്. ഇല്ലം യക്കുൻ ആലുഹു ഇല്ലാ ഖറാബത്തഹു. ആ നബിയുടെ ആല്, നബിയുടെ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ രക്തബന്ധുക്കൾ മാത്രമാണ് എന്ന് ആണെങ്കിൽ, അങ്ങനെ വന്നാൽ സ്വല്ലൽ മുസല്ലി അല ത്വാഗി അബീ ലഹബി, നിസ്കരിക്കുന്നയാള് തിന്മയുടെ മൂർത്തിയായ അബൂലഹബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്ന അവസ്ഥ വരും. കാരണം നിസ്കാരത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും നീ ഗുണം ചെയ്യണമേ, രക്ഷ ചെയ്യണമേ. അപ്പോ ആലുൻ നബി, നബിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് നബിയുടെ രക്തബന്ധുക്കൾ മാത്രമാണ് എങ്കിൽ അബൂലഹബിന് വരെയും സ്വലാത്ത് ചൊല്ലിപ്പോകുന്ന അവസ്ഥ വരും. നഊദു ബില്ലാ, അങ്ങനെയല്ല. നബിയുടെ കുടുംബം ആല് എന്ന് പറഞ്ഞാൽ അത്ബാഉ മില്ലത്തിഹി അല്ലദീന യത്തബിഊന മില്ലത്തൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മതസംഘടനയിൽ തങ്ങള് കൂടി ഉണ്ടെങ്കിലാണ്, തങ്ങള് നേതൃത്വത്തിൽ ഉണ്ടെങ്കിലാണ് അത് സ്വഹീഹാവുള്ളൂ എന്നൊക്കെയുള്ള അവസ്ഥ നമുക്ക് ഒഴിവായി കിട്ടും. സർവോപരി ഇപ്പോൾ ഒരു വടക്കൻ സുന്നി സംഘടനയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒരു ഗോർബച്ചേവിനെ പോലെ ഇരുന്ന് കളിക്കുന്ന ഒരാളാണ്. ഗോർബച്ചേവിന്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി ഇരുന്നു കൊണ്ട് സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടാക്കി. അദ്ദേഹം മുതലാളിത്ത ചേരിയുടെ, സാമ്രാജ്യത്വ ചേരിയുടെ നോമിനി ആയിരുന്നു. അതായത് സോവിയറ്റ് യൂണിയന്റെ ശത്രുക്കൾ ആരാണോ അവര് നിയോഗിച്ച പ്രസിഡന്റ് ആയിരുന്നു സോവിയറ്റ് യൂണിയന്റെ. ഇതുപോലത്തെ ഒരു ദുര്യോഗം അനുഭവിക്കുന്ന ഒരു വടക്കൻ സുന്നി സംഘടനയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണൂലോ. അപ്പൊ ഇതെല്ലാം വരുന്നത് ഒരു തങ്ങള് ചേരുവ ഉണ്ടെങ്കിലാണ് സംഗതിയൊക്കെ സ്വഹീഹാവുള്ളൂ എന്നുള്ള ജഹാലത്തിൽ നിന്ന് വരുന്നതാണ്. അത് മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഒക്കെ ഉണ്ട്. നിങ്ങൾ പൊട്ട
പുട്ടാണെങ്കിൽ ഞാൻ പുട്ടുംകുറ്റിയാണേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്കും തങ്ങളുണ്ട് എന്നും പറഞ്ഞ മുജാഹിദുകൾക്കും തങ്ങന്മാർ. പക്ഷെ MA തങ്ങള്, ഐദീദ് തങ്ങൾ, പക്ഷെ അവരൊന്നും അങ്ങനെയുള്ള പ്രിവിലേജ് പ്രകടമായി അവകാശപ്പെട്ടിരുന്നതായി തോന്നിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരു അബ്ദുൽ അഹദ് തങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയിൽ VT അബ്ദുള്ള കോയ തങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ തങ്ങൾ എന്നുള്ള വാല് മുറിക്കാൻ തയ്യാറായപ്പോഴും ഈ സാമ്പ്രദായിക പാതയിൽ പ്രവർത്തിച്ചു വന്ന ആൾക്കാർ അവരോട് പറഞ്ഞു, ആ വാല് കളയണ്ട, അതവിടെ ഇരുന്നോട്ടെ, അത് നല്ലതാ, അതൊരു മുതലാ. അങ്ങനെ വാല് മുറിക്കാൻ സമ്മതിച്ചില്ല. നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ നമ്പൂതിരി, അദ്ദേഹം നമ്പൂതിരി എന്നുള്ള വാല് ചേർത്താണ് പണ്ട് പേരെഴുതിയിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് തന്നെ തോന്നി കേരളം പോലെയുള്ള ഒരു നവോത്ഥാന സമൂഹത്തിൽ അതൊരു ഭംഗികേടാണെന്ന് കണ്ട് ഇപ്പൊ CR നീലകണ്ഠൻ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് തങ്ങൾ എന്ന് പറയുന്നതിന്റെ അവസ്ഥ. അപ്പൊ ചുരുക്കത്തില് നമ്മളെല്ലാവരും ഒന്ന് നവീകരിക്കപ്പെടുക, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജിനെ നമ്മൾ മുറുകെ പിടിക്കുക, ആ മില്ലത്തിനെ, ആ സുന്നത്തിനെ നമ്മൾ ഹയാത്താക്കുക. അതിലൂടെ മാത്രമാണ് നമുക്ക് ആത്യന്തികമായ വിമോചനവും രക്ഷയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവുകയുള്ളൂ.